ഇത് നമ്മുടെ വീട്ടിലെ ക്യാബേജ് കൃഷിയുടെ ചെറിയ അടുക്കളത്തോട്ടത്തിലെ ക്യാബേജ് കൃഷിയുടെ വീഡിയോ ആണ്. ഇത് ഞാൻ അരിവാകി കിളിപ്പിച്ച് എടുത്ത ക്യാബേജുകളാണ്. അത്യാവശ്യം ക്യാബേജ് ആയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ച് ഇതേപോലെ പന്ത് പോലെ നമ്മൾ കെട്ടിക്കൊടുക്കുമ്പോഴാണ് ഇതിനുള്ളിൽ ക്യാബേജായി വരുന്നത്. ഏകദേശം ഒരു 10 മൂടോളം നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ഞാൻ പാകി 10 മൂട് നട്ടതിന് ശേഷം ബാക്കി കരുത്തുള്ള 10 മൂട് നട്ടതിന് ശേഷം ബാക്കിയുള്ള ഉപേക്ഷിക്കുകയായിരുന്നു. പക്ഷെ നട്ട 10 മൂടും വലിയ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. ഒന്നും പോയിട്ടില്ല. വളർച്ചയിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും 10 മൂട് നട്ടത് എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ വരുന്നുണ്ട്. 1-2 എണ്ണമൊക്കെ വളത്തിൻ്റെ കൂടുതലുണ്ടാകും തോന്നുന്നു, കൂടുതൽ ലഭ്യമാകുന്നുണ്ടാകും തോന്നുന്നു. ഇച്ചിരി നല്ല രീതിയിൽ ആയിട്ടുണ്ട്. ചിലർ പതിയെ വരുന്നതേ ഉള്ളൂ കിളിച്ച്. ഏകദേശം കൂടെ ഉള്ളവരെല്ലാം ഒരു വലിപ്പമായി വരുന്നു. ഇതൊന്നും ഫ്ലവറായി വരാൻ തുടങ്ങിയിട്ടില്ല. ഇതിന് ഏകദേശം ഫ്ലവറായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനും കോളിഫ്ലവർ ആദ്യമായിട്ടാണ് വീട്ടിൽ കൃഷി ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റാണ്. പക്ഷേ പാളിപ്പോയിട്ടില്ല. വലിയ കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷമാണ്. അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടായി ഇങ്ങനെ വരുമ്പോഴും കാ പിടിക്കുമ്പോഴും പൂ പിടിക്കുമ്പോഴും ഒക്കെ ആയിട്ട് നമുക്കൊരു മനസ്സിനൊരു ഉല്ലാസമാണ്, നമ്മുടേതായിട്ട് എന്തെങ്കിലും ഒരു ഇത്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന സമയമൊക്കെ വിനിയോഗിച്ച് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട് വീട്ടിൽ. കുറച്ചെന്തെങ്കിലുമൊക്കെ വിഷമടിക്കാറുള്ള കഴിക്കാം. ഞാൻ കഴിച്ചില്ലെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ കഴിക്കാനെങ്കിലും. ഇപ്പോഴും തക്കാളി കൃഷിയായിരുന്നു. കുറേയേറെ പറിച്ച് പൊട്ടിച്ച് എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇപ്പോഴും നിൽപ്പുണ്ട് അതിനകത്ത്. ഇതാ 2 എണ്ണം വരുന്നു. നല്ല തക്കാളിയായിരുന്നു, നല്ല എണ്ണം തക്കാളിയായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായതെല്ലാം. കുറേയേറെ കിട്ടി, പറിച്ചെടുത്തായിരുന്നു. പിന്നെ പുതിയത് വരുന്നുണ്ട്. പറിക്കും തോറും അതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും പുതിയ തക്കാളി. നല്ല വെള്ളവും വളവും ഇതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ജൈവവളം മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. ഇതെല്ലാം തക്കാളിയാണ് നട്ടേക്കുന്നത്, മുഴുവൻ തക്കാളിയാണ്. ഇതാണ്ട് ഇതിലും തക്കാളി നിൽക്കുന്നത് നല്ല ടേസ്റ്റുള്ള തക്കാളിയാണ്. എല്ലാത്തിനും ജൈവവളം മാത്രമാണ് കൊടുക്കുന്നത്. ഈ 2 സൈഡിലും വരിയായിട്ട് ഇങ്ങനെ നട്ടേക്കുന്നത്. കുറേയൊക്കെ ഉണ്ടായി. ചില മൂടൊന്നും പിടിക്കുന്നില്ല, ചിലതൊക്കെ ഇതിനകത്ത് അത്യാവശ്യം ആവശ്യത്തിനുണ്ടാകുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഇടയ്ക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ ആവശ്യത്തിന്. ഇത് കുറച്ച് പച്ചമുളകൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ വന്നതൊക്കെ പറിച്ചെടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. പച്ചമുളകിന് ഇച്ചിരി മുരടിപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇനിയിപ്പം സമയം കിട്ടാത്തതിനാലാണ് മരുന്ന് ചെയ്യാൻ പറ്റാത്തത്. എന്തായാലും കഞ്ഞിവെള്ളത്തിനകത്ത് ചാരമൊക്കെ കലക്കിയിട്ട് നമ്മളെന്തെങ്കിലും പൊടിക്കൈകളൊക്കെ ചെയ്ത് എടുക്കും. പക്ഷെ സമയം ഇപ്പം ക്രിസ്മസൊക്കെ കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇത് ഞാൻ കുറച്ച് ക്യാബേജിൻ്റെ കോളിഫ്ലവറിൻ്റെ തൈയെ മേടിച്ചതായിരുന്നു. പക്ഷേ മാറ്റി നടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ നമ്മുടെ അഗ്രികൾച്ചറിൻ്റെ ഫാമിൽ നിന്ന് മേടിച്ചായിരുന്നു. കുറച്ച് കുരുമുളകിൻ്റെ കൊടി മേടിച്ചിട്ടുണ്ട്. എല്ലാം സമയമില്ലാത്തതുകൊണ്ട് മാറ്റി നടാൻ പറ്റുന്നില്ല. ഇത് കുറച്ച് വഴുതനങ്ങയൊക്കെ നട്ടിരിക്കുന്നതാണ്. അത്യാവശ്യം ഒരു വീട്ടിലത്തേക്കിന് ആവശ്യമുള്ള കുറച്ച് വഴുതനങ്ങ, ഒരു 5-6 മൂട് വഴുതന നട്ടതാണ്. എല്ലാത്തിലും ഇടയ്ക്കിടയ്ക്കായിട്ട് കായ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് പെട്ടെന്നൊരു അടിച്ചിലക്കി സാമ്പാറൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കാനൊക്കെ കൊണ്ട് ഏകദേശം എല്ലാം റെഡിയായി കിട്ടുന്നുണ്ട്. ഇത് വെണ്ടയ്ക്ക നട്ടായിരുന്നു. ഇത് അരിക്ക് വേണ്ടി നിർത്തിയിരിക്കുക. ഇതിനകത്തും കായ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നുണ്ട്. വീട്ടിലെ വൈഫോ അമ്മയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എടുത്ത് വീട്ടു ഉപയോഗത്തിന് എടുക്കുന്നുണ്ട്. ആ പോയേക്കുന്നത് മൊത്തം കുറ്റിപ്പയർ നട്ടേക്കുവാണ്. അതിനകത്തു നിന്നും അത്യാവശ്യം നമുക്ക് ആവശ്യത്തിന് ഈ വലിപ്പത്തിനൊക്കെയുള്ള കുറ്റിപ്പയറുകൾ കിട്ടുന്നുണ്ടായിരുന്നു. ഈ വലിപ്പത്തിലുള്ള വഴുതനങ്ങ നമുക്ക് അത് ആഴ്ചയിൽ നമുക്ക് ഒരു ദിവസം ഒന്നിച്ച് പറിക്കാത്തൊക്കെ എത്തി കിട്ടുന്നുണ്ട്. ഈ വലിപ്പത്തിൽ കുറേയേറെ വഴുതനങ്ങ വലിപ്പത്തിനനുസരിച്ച് അത്യാവശ്യം നല്ല ജൈവവളം കൊടുത്ത് തന്നെ ട്രീറ്റ് ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമില്ലാതെ വിഷമടിക്കാത്ത സാധനം നമുക്ക് കഴിക്കാനൊക്കെ ഉള്ള
കിട്ടുന്നുണ്ട്. വെണ്ടയ്ക്കയൊക്കെ സീസൺ കഴിഞ്ഞ് വരുന്നതുകൊണ്ട് ഞാനിതൊക്കെ വിത്തിനിയും പുറത്തുനിന്ന് മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വിത്തിന് വെച്ചിരിക്കുകയാണ്. നിന്ന് വിളഞ്ഞ് നല്ല ഇതായിട്ട് കിട്ടട്ടെന്ന് ഉണങ്ങി കിട്ടട്ടെന്ന് വിചാരിച്ചുകൊണ്ട്. പയറും ഏകദേശം അതിൻ്റെ സീസൺ കഴിഞ്ഞ് വരുന്നു, എങ്കിലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ കുറച്ച് നിൽപ്പുണ്ട്. അത് പോകുന്നത്രയും നിൽക്കട്ടെ, കിട്ടുന്നത്രയും നമുക്ക്. അപ്പോൾ ഇതിനകത്തു നിന്നുള്ള ലാഭമെല്ലാം കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള ബാലൻസ് കിട്ടുന്നതെല്ലാം ബോണസാണ് എന്നുള്ള രീതിയിൽ കൺസെപ്റ്റിൽ ഞാൻ നിർത്തിയേക്കുവാണ്. കിട്ടുന്നത്രയും കിട്ടട്ടെ. ഇതിലെല്ലാം അത്യാവശ്യം വെണ്ടയ്ക്ക, വഴുതനങ്ങ കിളിച്ചുണ്ട്, വെണ്ടയ്ക്ക ഉണ്ട്. അത്യാവശ്യം അടുത്ത ആഴ്ചത്തേക്കിനുള്ള വെണ്ടയ്ക്കകളെല്ലാം പിടിച്ച് വരുന്നുണ്ട്. വഴുതനങ്ങ എല്ലാം പിടിച്ച് വരുന്നുണ്ട്. ഇത് വെണ്ടയ്ക്കയായിട്ട് ഇതൊക്കെ പോയി വരുവാണ്. കുറേയൊക്കെ നമ്മൾ പറിച്ചെടുത്തു. പോയതൊക്കെ പോട്ടെ, അരിക്ക് വേണ്ടി നിർത്തിയേക്കുവാണ്. ഈ കാട് പോലെ പിടിച്ച് നിൽക്കുന്നത് കൂടുതലും നിത്യവഴുതനയെന്ന് പറഞ്ഞ കായ. എല്ലാവർക്കും പരിചിതമാണോ എന്നറിയത്തില്ല, പക്ഷേ എനിക്ക് ഇതിൻ്റെ മാമൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. ഞാൻ കൊണ്ട് നട്ട പുള്ളിക്കാരൻ എനിക്ക് തന്നിട്ട് പോയ വിത്താണ്. അതിൽ നിന്ന് പിന്നെ ഞാൻ വിത്ത് ശേഖരിച്ച് വെച്ച് എടുത്ത് പിന്നീട് പാകി കിളിപ്പിക്കുന്ന നല്ല വിത്ത് നോക്കി എടുത്ത് വെച്ച് അതിനെ ഉണക്കി പിന്നീട് പാകി എടുക്കും. പക്ഷേ ഇത് നല്ലതാണ്, കറി വെക്കാൻ നല്ല ടേസ്റ്റ്, മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ, തോരൻ വെക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള നല്ലൊരു ഐറ്റമാണ്. എല്ലാവർക്കും ഇത് പരിചയമല്ല, കാരണം ഞാനിതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്തോ സാധനം, ആദ്യമായിട്ട് കാണുവാണ്. പക്ഷേ നല്ല ടേസ്റ്റുള്ള സാമ്പാർ അങ്ങനെയൊക്കെയുള്ള അവിയൽ, അതിനകത്തൊക്കെ കൂട്ട് മിക്സായിട്ടുള്ളത്, പച്ചക്കറികളിനകത്തൊക്കെ ഇടുന്നിട്ട് കറി വെക്കുന്ന സാമ്പാർ, അവിയൽ തുടങ്ങിയതിനൊക്കെ അതെല്ലാത്തിനകത്ത് ഇടാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു വെറൈറ്റിയാണെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ പണ്ട് തൊട്ടേ ഇത് സാധനമുണ്ട്, ചില നാടുകളിലൊന്നും ഇല്ല. പക്ഷേ ഇത് കായ്ക്കുമ്പോൾ നല്ല വളം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇല കുത്തി അങ്ങ് കായ്ക്കും. ഇല കുത്തി കായ്ക്കുമെന്ന് വെച്ചാൽ ഈ പന്തൽ മുഴുവൻ മണിയായിട്ട് ഇങ്ങനെ ഒരുപാട് കിടപ്പുണ്ട്. ഇത് ഞാൻ കുറച്ച് പാവൽ നട്ടതാണ്. അതിനോട് വലിയ സമയക്കുറവിൻ്റെ കാരണം കൊണ്ട് വലുതായിട്ട് എനിക്ക് ഗവനിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചൊക്കെ പറിച്ചെടുത്ത് കുറേയൊക്കെ ഇങ്ങനെ നിന്ന് മുഞ്ഞയൊക്കെ കുത്തി അങ്ങ് പോവുക. എല്ലാം ഓടി കടന്ന് ചെയ്യാനെ കൊണ്ടുള്ള സമയം കിട്ടില്ല. കിട്ടുന്ന സമയം നമ്മൾ അത് ഇതാക്കാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. കുറേയൊക്കെ വിഷമടിക്കാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാൻ കിട്ടിയ അത്രത്തോളം ആട്ടെന്നുള്ള രീതിയിൽ. ഇത് മൊത്തം നിത്യവഴുതനത്തിൻ്റെയാണ്. ഇതിനിടയിൽ കോവലുണ്ട്. ആ കോവലിനകത്ത് കോവയ്ക്കയാണ് നിൽക്കുന്നത്. അതും അങ്ങൊക്കെ കുറേശ്ശെ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ പറിച്ചെടുക്കും. അത്യാവശ്യം ഒരു വീട്ടിൽ തൽക്കാലം ഓടിപ്പോകാനുള്ള കുറേയേറെ പച്ചക്കറികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ഉള്ള പരിമിതിക്കുള്ളിൽ ഉള്ള ചുറ്റുപാടിൽ, കാരണം നമുക്ക് ഒരുപാട് സ്ഥലവും ഇല്ല കൃഷി ചെയ്യാൻ, കൂടുതലും ഗ്രോ ബാഗിലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു ഉള്ളിടത്ത് ഞാൻ ഒപ്പിച്ചൊക്കെ എന്നാ കഴിയാവുന്നത്, അണ്ണാറ കണ്ണൻ തന്നാലായെന്ന് പറയുന്ന പോലെ എന്നാ കഴിയാവുന്നതൊക്കെ ഞാൻ ഓടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ചെയ്യും. കുറേയേറെ കാര്യം അത്യാവശ്യത്തിനുള്ള കുറേയൊക്കെ ചെയ്യും. ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സ്ഥലം പരിമിതിയാണ്, വീടിൻ്റെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് അതിൻ്റെ കൂടെ തന്നെ നട്ടതായിരുന്നു തക്കാളി. അതിലും തക്കാളിയൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല വിളഞ്ഞ് വരുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് കറിക്കെടുക്കത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തക്കാളി റെഡിയായിട്ട് വരുന്നുണ്ട്. ഒരു സന്തോഷമാണ് ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ. ഇതെല്ലാം കോളിഫ്ലവർ കുറച്ചൊക്കെ നട്ട് മാറ്റി എല്ലാം നട്ട് വെച്ചേക്കുവാണ്. അതും കുഴപ്പമില്ലാതെ കിളിച്ച് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ സീസണിൽ ഒരുപാട് മുളക് തന്ന മുളകായിരുന്നു. ഇപ്രാവശ്യം അത് പോയി. അതിൻ്റെ സീസൺ കഴിഞ്ഞ് അത് ലാസ്റ്റ് പോവുകയാണ്, നമ്മളോട് വിട പറഞ്ഞ്. ഇനി നട്ടേക്കുന്ന ഇതെല്ലാമാണ് കോളിഫ്ലവറും ക്യാബേജും. അത്യാവശ്യം കോളിഫ്ലവർ താമസിച്ചാണ് നട്ട്, ക്യാബേജ് അത്യാവശ്യം നട്ട് ഏകദേശം ആയിട്ടുണ്ട്. ഇത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, കാന്താരിയാണ്. അത്യാവശ്യം കാന്താരി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഒരു മീൻ പീര പറ്റിക്കാനും ഒക്കെ ആവശ്യത്തിന് അത്യാവശ്യം എരിവുള്ള നല്ല നാടൻ കാന്താരിയാണ്. അതിലും ഉള്ളത് മുഴുവൻ വീട്ടാവശ്യത്തിന് തന്നെ പറിച്ചെടുക്കുന്നത്. ഇതെല്ലാം കോളിഫ്ലവർ നട്ടേക്കുവാണ്. ഇത് മാറ്റി നടണം, വാടിപ്പോയിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തൈകൾ മാറ്റി നട്ടതാണ്. ഇത് പിന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടതൊരു പാലക് ചീര. കുറേ നട്ടു, ചിലത് കിളിച്ചു, വലുതായിട്ട് നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ വിട്ടു. കാരണം വീട്ടിലാരും അധികം ഉപയോഗിക്കുന്നില്ല. ആദ്യം എടുത്തപ്പോൾ തന്നെ ഞാനേ ഉള്ളൂ കഴിക്കുന്നത്, വേറെ ആർക്കും അത്ര അങ്ങോട്ട് നമ്മുടെ മറ്റേ ചീര പോലെ അങ്ങോട്ട് പോരാന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഞാനതിനെ എല്ലാവരും കഴിക്കാതെ പിന്നെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒരു മൂട് നിർത്തി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചട്ടി
ക്ലീനാക്കി വേറെ വേറെ നടാനെ കൊണ്ട് മാറ്റി വെച്ചു. ഇപ്പോൾ ഉള്ള കൃഷി ഇങ്ങനെ മാറി മാറി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് മാത്രം.